ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ മസാല ദോശയുടെ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ മസാലയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഭൂരിഭാഗം റെസ്റ്റോറൻറ്റുകളിലും ഉരുളക്കിഴങ്ങ് മസാലയാണ് മസാല ദോശയുടെ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇന്ത്യൻ കോഫി ഹൗസിൽ ബീറ്റ്റൂട്ട് കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാലയാണ് യൂസ് ചെയ്യാറുള്ളത്. അപൂർവം ചില റെസ്റ്റോറൻറ്റുകളിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഗ്രീൻ പീസും കൂടി ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാലയാണ് ഫില്ലിങ്ങിന് യൂസ് ചെയ്യാറുള്ളത്. ഇന്ന് ഞാനിവിടെ ആ ഒരു മസാലയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങും 1.5 ക്യാരറ്റും നന്നായിട്ട് പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞുമെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് ഗ്രീൻ പീസ് തലേ ദിവസം കുതിർത്തി കുക്കറിൽ വേവിച്ചിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പം പൊട്ടുകടലയോ കടലപ്പരിപ്പോ ഉഴുന്നുപരിപ്പോ ഇട്ട് കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞൊരു വലിയ സവാള, 3 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായംപൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഗരം മസാല ഓപ്ഷണലാണ്. 1/4 ടീസ്പൂണിൽ കൂടുതൽ ചേർക്കരുത്. നല്ലൊരു ടേസ്റ്റാണ് ഗരം മസാല ചേർത്തിട്ട് ഈ ഒരു മസാല തയ്യാറാക്കുമ്പോൾ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്പെഷ്യൽ മസാല തയ്യാറാണ്. ഇനി നമുക്ക് മസാല ദോശ തയ്യാറാക്കാം. ഞാനിവിടെ മസാല ദോശക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പി കാണിക്കുന്നില്ല കേട്ടോ. 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവയും 1 ഗ്ലാസ് വെളുത്ത അവലും കൂടി തലേ ദിവസം കുതിർത്തി അരച്ചെടുത്ത് വെച്ചിട്ടുള്ള മാവാണിത്. ഏകദേശം 12 മണിക്കൂർ ഈ മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്ന ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഒരു ദോശത്തവ ചൂടാക്കിയെടുക്കുക. അതിലേക്ക് 2 തവി മാവ് ഒഴിച്ചിട്ട് കനം കുറച്ച് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല ഗോൾഡൻ കളറായിട്ട് മൊരിഞ്ഞ് വരാനായിട്ട് നെയ്യ് കൂടി നന്നായിട്ടൊന്ന് ഒഴിച്ചെടുത്ത് സ്പ്രെഡ് ചെയ്തെടുക്കുക. ദോശ തിരിച്ചും മറിച്ചുവിട്ട് 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നടുക്ക് കുറച്ച് മസാല വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ ദോശ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ സ്പെഷ്യൽ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഞാനിതിവിടെ സാമ്പാർ, വെള്ള തേങ്ങ ചട്നി, ഉള്ളി ചട്നി, ചമ്മന്തിപ്പൊടി, ഉഴുന്നുവട ഇതിൻ്റെയൊക്കെ കൂടിയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്പെഷ്യൽ മസാല ദോശ തയ്യാറാക്കിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.